ായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ, ദൈവകൃപകളുടെ നമ്മെ നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സന്ധ്യാസമയം ആരാധന അനുഗ്രഹമായി തീരുവാൻ, പാട്ടുകൾ അനുഗ്രഹമായി തീരുവാൻ, വചന ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന ഓരോ ദൈവമക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. Father God, we thank you. We thank you for all your blessings, O God. You've been so good to us, O God. You've been so faithful, God. Thank you for all your goodness and mercies in our lives, O Lord. നിന്റെ കരുണയ്ക്കായി, നിന്റെ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം പിന്നെയും കർത്താവെ, എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് എന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളൊക്കെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രികാലം പിന്നെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാട്ടുകൾ പാടുവാൻ, ആരാധനയെ ലീഡ് ചെയ്യുവാൻ ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ. വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ വളരെ ശക്തമായ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് രാത്രികാലം ഉപയോഗിക്കണമേ. ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ രാത്രികാലം അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന everyone who is working behind this, O God, I pray for your blessings, O God. റിസോഴ്സസിനെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. കരങ്ങളെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിന്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളുമേലും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. Amen. Welcome all of you once again for this wonderful day of Edison Christian Fellowship Zoom platform meeting. Thank you all for joining. If your circumstances permit you, I would request you to please, നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്താൽ ഒത്തിരി നന്നായിരിക്കും. I request you to do so. We have a very familiar face, a dear friend of ours, Brother Jinu Verghese, leading the service. He don't need any introduction. Wonderfully, he leads the worship. So over to you, Brother Jinu. No more introductions. Please lead us into a time of praise and worship. Brother Jinu. Praise the Lord. Praise the Lord. Hallelujah. Amen. Yes. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് മഹത്വപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അത് നേതൃത്വം നൽകുന്ന പ്രിയ തോമസ് അങ്കിൾ, ലെന്നെ ആൻറ്റി, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവർക്കുൾ ദൈവം ചെയ്തെടുക്കുന്ന ഈ വലിയ പ്രവർത്തനങ്ങളെ അനേകർക്കതൊരു വിടുതലായി അത് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ സ്റ്റീവ് അങ്കിളിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ച് കരുതുന്ന എല്ലാ വിധങ്ങളൊക്കെ ഓർത്ത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ഇങ്ങനെ സങ്കീർത്തന ഗാനം പറയുന്നു, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ഇന്ന് പകൽക്കാലം നമ്മുടെ സകല ചിന്തകളും നമ്മുടെ സകല ആകുലതകളും അവൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്നെ നൽകിടുന്നേ, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ, കുശവൻ്റെ കയ്യിലെ മൺപാത്രം പോൽ ഞാൻ എന്നെ ഒന്ന് പണിയണമേ. ഹല്ലേലൂയ. ആ ഗാനത്തിൻ്റെ ചില അടികൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. We worship you, Jesus. Hallelujah. സമർപ്പിക്കുന്നേ, കുശവൻ
നിലനിന്നിരാൻ നിൻ ജീവൻ നൽകിയതാ. ഞാനെന്നും നിന്റേതല്ലേ, പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥ. നിൻ ജീവൻ നൽകിയതാ. ഞാനെന്നും നിന്റേതല്ലേ. ഓ, പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥ, ഈ ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. ഓ, ക്ഷീണിച്ചു പോയിടല്ലേ അപ്പാ നാഥ, ഈ ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. നിൻ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാ നിറച്ചിടുക. നിൻ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാ നിറച്ചിടുക. ഓ, നാഥ, നിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക. ഓ, വചനത്താൽ നിലനിന്നിരാൻ നാഥ, നിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക. ഓ, ക്ഷീണിച്ചു പോയിടല്ലേ നാഥ, ഈ ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. ഓ, ക്ഷീണിച്ചു പോയിടല്ലേ നാഥ, ഈ ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. ഞാനെന്നേ നൽകിയിടുന്നേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രമോ എന്നെ ഒന്നു നീ പണിയേ. ചേർന്ന് പാടുമോ? ഞാനെന്നേ നൽകിയിടുന്നേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രമോ എന്നെ ഒന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥ, ഈ ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ.
എൻ്റെ ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ഹല്ലേലൂയ, ആമേൻ. ഓ ഹല്ലേലൂയ, ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു സകലനാമം പാടും എൻ്റെ ദൈവം പരിശുദ്ധ. വിശ്വാസമുള്ളവർ ചേർന്ന് പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു സകലനാമം പാടും ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ആയിരപ്പടകൾ കരങ്ങളൊക്കെ ഉയർത്തി. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. എൻ്റെ ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, എൻ്റെ ദൈവം പരിശുദ്ധൻ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ സകലനാമം പാടും എൻ്റെ ദൈവം പരിശുദ്ധൻ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ സകലനാമം പാടും എൻ്റെ ദൈവം. ദൈവം പരിശുദ്ധൻ, ഓ ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ദൈവം പരിശുദ്ധൻ, എൻ്റെ ദൈവം പരിശുദ്ധൻ. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ഹല്ലേലൂയ, ആമേൻ. ഓ ഹല്ലേലൂയ, ആമേൻ. ഓ ഹല്ലേലൂയ. Oh, we worship you, Jesus. Hallelujah. Amen. നീ മാത്രം പരിശുദ്ധൻ. Hallelujah. Amen. Oh, hallelujah. Amen. Oh, ദൈവം. Oh, ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, എൻ്റെ ദൈവം പരിശുദ്ധൻ. ഓ ഹല്ലേലൂയ, ആമേൻ. കർത്താവേ,
ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നേ. ഹല്ലേലൂയ. കരങ്ങളേക്ക് ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. അവൻ മാത്രം പരിശുദ്ധൻ. അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളുടെ ഒക്കെ അവസ്ഥകളിലും അവൻ നമ്മളെ വഴി നടത്തുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. വിശ്വാസമുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുമോ? ഹല്ലേലൂയ. ആ ആദരങ്ങളൊക്കെ ഒന്ന് തുറത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. വി വർഷിപ്പ് യു ജീസസ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഹല്ലേലൂയ. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ഒരു പഴയ ഗാനത്തിൻ്റെ അടികൾ ഒരുമിച്ച് പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. മന്നാ ജയ ജയ, മന്നാ ജയ ജയ എന്നുള്ള ആ മഴയ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. വി വർഷിപ്പ് യു ജീസസ്. ഹല്ലേലൂയ. When now
രക്ഷകന്റെ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ. Oh, we worship you, Jesus. Manna Jaya Jaya, Manna Jaya Jaya, Manuelane Mahesha, Maharajane Mahesha, Maharajane. Oh, Shamanam Terele, we worship you, Jesus. Shurama Mahature, Shamanam Taragada. We worship you, Jesus. We worship you, Jesus. Hallelujah, hallelujah, hallelujah. Amen. Hallelujah. Thank you. Thank you, Brother Jinu. കർത്താവ് അനുഗ്രഹിക്കട്ടെ. What a wonderful song. I was just reminded of years and days, Manna Jaya Jaya. It's a beautiful song. We very seldom hear these songs, but such a joy to hear this song. Thank you for singing that song. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആരാധന നയിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവദാസനെ കർത്താവ് വളരെ ശക്തമായി പിന്നെയും ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. We're going into a time of prayer. പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഒത്തിരി വിഷയങ്ങൾക്ക്, ഐ ഷുഡ് സേ മോസ്റ്റ് ഓഫ് ഇറ്റ്, ദൈവം മറുപടി തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിലെല്ലാം ദൈവം ഈ ദിവസങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. The word of God says, He who has called you is faithful, He will do it. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന, അവനത് നിറവേറ്റും. Right? That's a promise in 1 Thessalonians chapter 5 that we read. നിങ്ങളെ വിളിച്ചവൻ, He who has called you is faithful. അതായത് നമ്മളെ വിളിച്ചതാരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും മറുപടിയും ഉറപ്പോട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Prayer request, and thereon I will request Thomas Muthayankel to take this time and introduce prayer request, and go ahead. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. ശ്രീ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ അത്ഭുതകരമായ കരം നമ്മൾ ഓരോരുത്തരോടും കൂടെ ഇരുന്നു. പ്രാർത്ഥിച്ച വിഷയങ്ങളിന്മേൽ ദൈവഹിതപ്രകാരം ദൈവം ഉത്തരം നൽകി എന്ന് നമ്മൾക്ക് സന്തോഷമായി പറയുവാൻ കഴിയും. എന്നാലും പല പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ കേരളത്തില് പബ്ലിക് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. പലരും ഭയത്തോടെയാണ് ഈ പരീക്ഷയൊക്കെ എഴുതുവാൻ പോകുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ജോവലിന് നാട്ടിലാണ്. ജോവലിന് ശരീരത്തില് അടിക്കടി വിട്ടുമാറാതെ ഇങ്ങനെ പനി വരുന്ന ഒരു പ്രയാസത്തിലായിരിക്കുന്നു. ആ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവര് ചിലർ നാട്ടിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അവർ നാട്ടിലായിരിക്കുമ്പോൾ ജിനു ബ്രദർ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അധികം ദിവസമായില്ല. നാട്ടിലെ ചൂട് ശക്തമായിരിക്കുന്നു എന്ന് പറയുവാനിടയായി. അപ്പോൾ ഇവിടുന്ന് തണുപ്പിൽ നിന്ന് അങ്ങോട്ട് പോയി നാട്ടിലെ ചൂടിൽപ്പെട്ട് രോഗികളൊന്നും ആയി പോകാതെ, അതുപോലെ യാത്രകളിലൊന്നും പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ അവരെ കാക്കുവാനായി പ്രാർത്ഥിക്കാം. ജസായിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റോസ്മസ് സിസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്നും ഭവനത്തിൽ മടങ്ങി വന്നു. ആ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന പലർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സൂസിക്ക് വേണ്ടി, അതുപോലെ ചിന്നുവിന് വേണ്ടി, മറ്റ് പ്രിയപ്പെട്ടവര് പ്രസാദ് വത്സ, ഇവർക്കെല്ലാവർക്കും വേണ്ടി തുടർന്ന് നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ജിനമ സിസ്റ്ററിന് വേണ്ടി, അലക്സ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങള് സ്കൂളിലും കോളേജിലും ആയിരിക്കുന്നവര്, കോളേജിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ബിജോയിയുടെ മക്കൾക്ക് റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചു എന്നറിഞ്ഞു. അവരുടെ ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കോളേജ് അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന പല കുഞ്ഞുങ്ങളുണ്ട്.
അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹിതരാകുവാൻ പ്രായമായി നിൽക്കുന്ന നമ്മളുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് വഴികളെ ഒരുക്കുവാൻ, കുടുംബജീവിതത്തിൽ പ്രതികൂലങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു രോഗമാണ്. അതിൽ നിന്നും വിടുതൽ കൊടുക്കുവാൻ നമ്മളുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിലെ കുഞ്ഞുങ്ങളെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മറ്റേ പ്രയാസങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രായത്തിലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ അനേകര് ലൈനിലുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് മാത്യു ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് സന്ധ്യാസമയം അവിടുത്തെ തിരുസന്നിധാനം ചേർന്ന് വരുവാൻ കർത്താവ് പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരുന്നു. അവിടുത്തെ കാവലും പരിപാലനത്തിനുമായിട്ട് സ്തോത്രം കർത്താവെ. അനർത്ഥങ്ങളും പ്രയാസങ്ങളൊന്നും കടന്നു വരാതെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ തിരുസന്നിധിയിൽ കർത്താവെ, അവർ പിതാവിന്റെ സന്നിധിയിൽ മക്കൾ കടന്നു വരുന്ന പോലെ ഞങ്ങൾ കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പിന്നെ ഒരു അവസരം ഒരുക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ലോക മനുഷ്യരൊക്കെയും മായയുടെ പിന്നാലെ ഓടുമ്പോൾ ഞങ്ങൾ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യജീവനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് ഞങ്ങളെ മരുപ്രയാണം കഴിപ്പാൻ അവിടെ നാൾതോറും ഞങ്ങളെ സഹായിക്കുന്ന വലിയതേക്ക് സ്തോത്രം. പ്രത്യാശയില്ലാത്ത അനേകരെ പോലെയുള്ള കർത്താവായി പ്രത്യാശയുള്ളവരായി, ദൈവചൈതന്യമുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി നാൾതോറും ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുന്നു. സന്ധ്യാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ സ്വർഗത്തിലെ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിൽ ഒരു സൗരഭ്യാഗമായി അവിടുന്ന് എത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെയും കർത്താവ് മറുപടി തന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനാട് സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുന്നു. സ്വർഗീയ പിതാവിനെ കർത്താവിന്റെ ദാസന്മാർ എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ, ഞങ്ങളുടെ തലമുറകളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ, അന്ധകാര ലോകത്തെ ദൈവപ്രകാശമുള്ളവരായി, ദൈവ തേജസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളായി, ദൈവമക്കളായി ജീവിപ്പാൻ കർത്താവ് ബാല്യത്തിൽ തന്നെ, ശൈശവത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നടത്തപ്പെടണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അന്യോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അന്യോടെ സ്തോത്രം. വിധങ്ങളായ രോഗത്താൽ ഭാരപ്പെടുത്തരുത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം കർത്താവേ നിങ്ങളുടെ മക്കളുടെ അവകാശമാണ്. കാൽവറി ക്രൂശിൽ ഞങ്ങളുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ രോഗങ്ങൾക്കും വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഒഴുകി തന്ന് കർത്താവെ ഞങ്ങൾ അതിൽ നിന്നൊക്കെയും വിടുവിച്ച് അവിടുത്തെ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം വായിച്ച് സൗഖ്യമാക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കേവലം മാനുഷികമായ ശുശ്രൂഷ മാത്രമല്ല, ദൈവിക സൗഖ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ, നല്ല ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ ദൈവത്തെ സഹായിക്കണമേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ പ്രായമായവരെ, വയോധികരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവിയോട് നിര്യാകണമേ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവസ്നേഹത്തിൽ നിറഞ്ഞവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കുക. യൗവനക്കാരികളൊക്കെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിന് ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ അവിടെ സഹായിക്കണമേ ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പാഴ്മരുഭൂമിയിൽ ജീവിക്കുന്ന നാളൊക്കെ അവിടുത്തെ മുഖത്ത് നോക്കി കർത്താവെ നിത്യാശയോട് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയുടെ ഗാനങ്ങൾ പാടിക്കൊണ്ട് അവിടെ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയ മന്ന നാൾതോറും ഞങ്ങൾക്ക് നൽകി തന്ന് കർത്താവ് ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മരുഭൂമിയിൽ കർത്താവെ സൗജന്യമായി നിന്റെ മക്കൾക്ക് കൊടുത്ത് അത് സ്വർഗീയ ജലം പാനീയം അവിടെ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങൾ ശരീര സൗഖ്യ ആരോഗ്യമുള്ളവരായി നിന്നെ മഹത്വപ്പെടുത്തോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. USA ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെയും കർത്താവിന്റെ വേലക്കാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റ്, ദൈവമേ പ്രത്യാശയുടെ ഒരു കൊടുങ്കാറ്റ് ഈ രാജ്യത്ത് പിന്നെയും അവിടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും അവിടെങ്ങളിലായി നടക്കുന്ന നല്ല കൂട്ടായ്മകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം. പ്രസിഡന്റിനായിട്ട് സ്തോത്രം.
ദൈവത്തിന് മഹത്വം. വൈസ് പ്രസിഡന്റായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ, സന്ധ്യയോട് സ്തോത്രം. ഞങ്ങളങ്ങനെ മഹത്വം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ ഈ രാജ്യം ക്രിസ്തീയ വേദപുസ്തക അടിസ്ഥാനത്തില് കർത്താവെ പിന്നെയും കടന്നു വരുവാൻ സഹായിക്കണം. ഞങ്ങളുടെ സ്കൂളുകളിൽ, കോളേജിലും മറ്റേയും ക്രിസ്തീയ പ്രാർത്ഥനകൾ തുടങ്ങി ക്രിസ്തീയ പ്രാർത്ഥനയോട് അവസാനിക്കുവാൻ പുതിയ നിയമങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അന്യോട് സ്തോത്രങ്ങൾ വിട്ടുപോകുന്ന ഞങ്ങൾ ഇന്ത്യയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ ഛത്തീസ്ഗഡിനെ, ഉത്തർപ്രദേശിനെ, ഞങ്ങൾ 29 സ്റ്റേറ്റിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ ദാസന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായി കർത്താവെ കാരണങ്ങളില്ലാതെ കാരണങ്ങൾ ഉണ്ടാക്കി ജയിലുകളിലും മറ്റും ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുണ്ട്, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെങ്ങളായി അനേക ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ, അവരെ ഓർത്ത് ഞങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. നാമം മഹത്വപ്പെടും. സന്ധ്യാസമയം നടക്കുന്ന ഒരു നല്ല കൂട്ടായ്മ സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന നിന്റെ വചനം കർത്താവിന്റെ ദാസിൽ കൂടി ഞങ്ങൾ കേൾക്കുമ്പോൾ അത് മനുഷ്യ ശബ്ദമായിട്ടല്ല, വാസ്തവമായും ദൈവശബ്ദമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളെ ഞാൻ മഹത്വപ്പെടുത്തും. ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന, ഐക്യമത്യപ്പെട്ടുള്ള കൂട്ടായ്മ, അത് വളരെ ഫലം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്ന കർത്താവെ, സന്ധ്യാസമയം ഞങ്ങളെ അവിടുന്ന് ഒന്നിച്ച് അനുഗ്രഹിക്കണം. അതിന് സംസാരിക്കുന്ന ദാസനെ അവിടുത്തെ കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം. നല്ല വചനങ്ങളെ കേൾക്കുവാൻ സഹായിക്കണം. അത് ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏകാഗ്ര ഹൃദയം തന്ന അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും തിരുനാമ മഹത്വത്തിന് കാരണമായിട്ട് തീരുമാറാകണം. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമാറാകണം. Amen. Amen. Thank you, Matthew Uncle. Thank you so much. God bless you. I greet you all in Jesus' name. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2026 ഇന്ന് this is the 22nd day, right? God has been so good to us. So it is 20th day of February. ഇത്രയും ദിവസങ്ങൾ കർത്താവ് നമ്മെ ക്ഷമമായി പരിപാലിച്ചു. God has been so good to us. ഇന്ന് രാത്രികാലം നമുക്ക് ചുരുക്കം പേർക്കായ ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് കൃപ തന്നല്ലോ. വചനം കേൾക്കുവാനുള്ള സമയമാണ്. വചനം കേൾക്കുവാൻ പോകുന്ന ഈ സമയത്തിൽ ലെറ്റ് മീ അഗെയിൻ റിക്വസ്റ്റ് യു, നിങ്ങളുടെ സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസസ് ഒക്കെ നിങ്ങൾക്ക് അലോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരുന്നാൽ ഒത്തിരി സന്തോഷമായിരിക്കും. നോട്ട് ഓൺലി ദാറ്റ്, വിൽ ബി ഏബിൾ ടു സീ യു, പ്രേ ഫോർ യു, ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ്, റൈറ്റ്? പലപ്പോഴും പെന്തക്കോസ്തുകാരുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഈ സക്കായിയുടെ സക്കായിയെ യേശുവിനെ കാണണം, സക്കായിയെ ആർക്കും കാണണ്ട എന്നുള്ളൊരു പരിപാടിയുണ്ട്, യുനോ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിനോ ജോസഫ്. എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല. യുനോ, നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ പാസ്റ്റേഴ്സിനെ വിളിക്കുന്നതും അതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. സോ ഗോഡ് ബ്ലെസ് ഹർ. ഷീ ഗെറ്റ്സ് പീപ്പിൾ, യുനോ, വർക്ക്സ് ബിഹൈൻഡ് ഇറ്റ്, ആൻഡ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രിയ ബിജോയ്, റോഹൻ, തോമസ്, a lot of people are behind it. So God bless you all. ഇന്ന് രാത്രികാല ദൈവജനം നമ്മോട് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ, he will definitely introduce himself, and മുൻപോട്ടുള്ള 1 hour plus whatever ദൈവാത്മാവ് നയിക്കുന്നത് പോലെ കർത്താവിന്റെ ദാസൻ നമ്മോട് വചനം സംസാരിക്കും, ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ആവശ്യമായ ദൈവവചനം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. എന്നാൽ some reasons I am able to join with you. അത് ദൈവഹിതമെന്ന് ഞാൻ കരുതുന്നു. സന്തോഷമുണ്ട്. So let's move forward. Over to Pastor Shinoj. Praise the Lord. ഞാൻ ഓഡബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമെന്നോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്കിവിടെ ടൈം ഏതാണ്ട് 2:30 പുലർച്ചെ 2:30. എനിവേ, ഇന്ന് രാത്രി നിങ്ങളോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി ലിൻഡ ആൻറ്റിയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുന്നേ നടന്ന ഒരു സൂം മീറ്റിങ്ങിലാണ് ആൻറ്റി എന്നെ കണ്ടതും അതിന് ശേഷമാണ് എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതും. നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തൃകൃത്യൻ, അതുപോലെ വളരെ മനോഹരമായ ഗാനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പാടി ആരാധിപ്പാൻ നമ്മളെല്ലാവരെയും ആരാധനയ്ക്കായി ഒരുക്കിയ കർത്തൃകൃത്യൻ എല്ലാവർക്കുമുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ഒരു വാക്കിൽ എന്നെ പരിചയപ്പെടുത്താം, അത് ഉചിതമാണല്ലോ. എൻ്റെ പേര് ഷിനോജ് ജോസഫ്. ഞാനിപ്പം നെതർലൻഡ്സിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു ചെറിയ കൂട്ടായ്മ ഇവിടെ, എനിക്ക് തോന്നുന്നു നെതർലൻഡ്സിലെ ആദ്യത്തെ പെന്തക്കോസ്തി ചർച്ച്, മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ ചേർച്ച് ആരംഭിക്കാൻ കർത്താവ് എളിയവന് ഒരവസരം തന്നു. ഒരു ചെറിയ കൂട്ടായ്മയാണ്. ഞങ്ങളിവിടെ കർത്താവിൻ്റെ നാമത്തിൽ ആരാധിക്കുന്നു. ഞാൻ കുടുംബസ്ഥനാണ്. എൻ്റെ വൈഫ് ഏഞ്ചലിൻ, 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് മോളുടെ പേര് പ്രഷ്യസ്, മോൻ ആബ്നർ. ഇത്രയും പറഞ്ഞ ഞാൻ എന്നെക്കുറിച്ചുള്ള വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്കിടയ്ക്ക് സാക്ഷ്യങ്ങളിലൂടെയൊക്കെ പോകാം. ഇനി എൻ്റെ പൂർണ്ണമായിട്ടുള്ള സാക്ഷ്യം കേൾക്കണമെങ്കിൽ നിങ്ങൾ ആസാദി TV-യിൽ ഷിനോയ് ജോസഫ് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ കിട്ടുമായിരിക്കും. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കും. അത് ആസാദി TV-യുടെയോ എൻ്റെയോ പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ ആകപ്പാടെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കാം. നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എല്ലാവരും വളരെ ശക്തമായി പ്രയോജനപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ ഞാൻ വചനത്തിൽ അതീവ പാണ്ഡിത്യമില്ലാത്തവരും ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ ഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവനിയോഗത്തോടെ ചില തിരുവെഴുത്തുകളെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എനിക്ക് ഇന്ന് രാത്രി ഞാൻ ഈ രാത്രി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സാഹചര്യം വെച്ചാണ് ഞാനിത് പറയുന്നത് കേട്ടോ. പിന്നെ അറിയാലോ, പാസ്റ്റർമാരുടെ ഒരു പരിചയം ഉണ്ടല്ലോ അതിനകത്ത്. ദൈവത്തിൻ്റെ കൃപയിൽ ഏതാണ്ട് 23 കൊല്ലമായിട്ട് കർത്താവിനെ പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് അവസരം തരുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ പല പ്രയോഗങ്ങളും ഞങ്ങളുടെ ബ്രെയിൻ ഫീഡ് ചെയ്ത് വെച്ചേക്കാണ്. അത് ഞങ്ങൾക്ക് പലപ്പോഴും പകല് രാത്രിയായി പോവും, രാത്രി പകലായി പോവും. നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വേഗത്തിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. എനിക്ക് കർത്താവ് 2-3 കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ തന്നത്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിക്കായിരുന്നു, കർത്താവെ ഇതെല്ലാം പറയണോ അതോ ഇതിലേതെങ്കിലും ഒന്ന് പറയണോ? ഞാനും കർത്താവുമായിട്ട് ഇങ്ങനെ കുറേ വാദപ്രതിവാദങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. കർത്താവ് തൻ്റെ ഹിതം ചെയ്യട്ടെ. ഇന്ന് രാത്രി നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പരിചിതമായൊരു വാക്യമാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഒരു വാക്യം കൂടെ. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നതൊക്കെ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. കർത്താവെ, നല്ല തിരുവെഴുത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി
ഞങ്ങളുടെ അനുഗ്രഹത്തിന്, ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള എല്ലാ മേഖലയിലും ഒരു വിടുതലിനും അനുഗ്രഹത്തിനും ഈ തിരുവെഴുത്ത് കർത്താവെ മുഖാന്തരമാകണമേ. പരിശുദ്ധ ആത്മാവേ, അങ്ങേ ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ, ഈ ഫെലോഷിപ്പിൽ അങ്ങയുടെ ഇടപെടലിനായിട്ട് ഞങ്ങൾ അങ്ങേ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവോട് ഇടപെടണമേ. കാവൽ ദൂതന്മാരാൽ ഞങ്ങളെ എല്ലാവരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഞാൻ ഈ സൂം മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നുന്നു ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ഈ ഒരു സൂം മീറ്റിങ്ങിന്. അത് കർത്താവ് എന്നെ ഒരിക്കൽ പഠിപ്പിച്ചതാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൈവമക്കളിരുന്ന് ഒന്നിച്ചൊരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചാത്മാവിൽ പ്രാർത്ഥിക്കുമ്പം ഇത്രയും ഭൂഗോളത്തിൻ്റെ ഏരിയയെ ഒരു പ്രാർത്ഥനാ വലയത്തിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിയും. ഒരു വലിയ നെറ്റ്വർക്ക് നമ്മൾ ഫോം ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഭൂഗോളത്തിൻ്റെ ഒരു ഭാഗത്തിരിക്കുന്നു, മറ്റിതര ഭാഗങ്ങളിൽ ഇരുന്ന് ഒരുപോലെ നമ്മൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ അത്രയും ഇടം ഒരാത്മീക അതോറിറ്റിക്കകത്തേക്ക്, ദൈവകൃപയ്ക്കകത്തേക്ക്, ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തേക്ക്, ഒരു ദൈവവചനത്തിൻ്റെ ഇടപെടലുകൾക്കകത്തിലേക്ക്, ഒരു സ്വാധീനത്തിലേക്ക് അകത്തേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെ ദൈവം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ മണിക്കൂറുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ ഇരിക്കുന്നത് ഒരു റൂമിനകത്താണെങ്കിലും നിങ്ങളുടെ സ്തോത്രവും നിങ്ങളുടെ ആരാധനയും തമ്മിൽ കണക്റ്റ് ആകുമ്പം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വ്യാപരിക്കുകയാണ്. കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. പൗലോസ്, അങ്ങയുടെ ഒരു ചോദ്യം, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു കാരാഗൃഹത്തിനകത്ത് കടക്കുന്ന താങ്കൾ എങ്ങനെയാണ് സഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവജനത്തിന് വേണ്ടി പോരാടുന്നത്? പൗലോസ് പറയും, എൻ്റെ കൈകാലുകൾക്ക് മാത്രമേ ഈ കാരാഗ്രഹത്തിന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പരിധി നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക്, ഞാൻ ചുമക്കുന്ന ഈ അഭിഷേകത്തിന് കല്ലറയ്ക്കകത്തോ അല്ലെങ്കിൽ ഈ കാരാഗ്രഹത്തിനകത്തോ ഈ ഇരുമ്പ് പാളികൾക്കകത്തോ ഒതുങ്ങി നിൽക്കാൻ കഴിയത്തില്ല. അത് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും എന്നിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് ചിലത് ചെയ്യുന്ന, ചില മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇടപെടാൻ കഴിയുന്ന, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാത്മമണ്ഡലത്തെയാണ് ഞാൻ ഇന്ന് രാത്രി ചുമക്കുന്നത്. ഈ വെളിപ്പാടുള്ളവർക്ക് മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനാമുറി ആമേൻ ഒരു യുദ്ധക്കളമായി മാറ്റാൻ കഴിയത്തുള്ളൂ. ഒരു ആത്മസാന്നിധ്യം വെളിപ്പെടുന്ന, ഒരു ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഇടമാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൂം മീറ്റിംഗ് ആണെങ്കിലും ഇതിനെ അതിൻ്റെ അത്രയും ആഴത്തിൽ ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ, സന്നിധിബോധത്തോടുകൂടെ തന്നെയാണ് ഈ പ്രാർത്ഥനയിലെ ഞാൻ ഉരുവിടുന്ന, എന്നിൽ കൂടെ കർത്താവ് സംസാരിക്കുന്ന ഓരോ വാക്കും സംസാരിക്കുന്നത്. എന്നോട് കർത്താവിൻ്റെ ദാസി എന്നോട് ചോദിക്കുമ്പോൾ ഈ സമയം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പുലർച്ചയ്ക്ക് 2, 2:30, 3 മണിയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴും ഞാൻ ഒരു ശങ്കയുമില്ലാതെ പറയാൻ കാരണം, പലപ്പോഴും ഫിസിക്കൽ മീറ്റിങ്ങിന് എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും ഞാനത് റിജക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾക്കകത്ത് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കും. കാരണം ഞാൻ എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വന്നില്ല, എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഇതിനെ ലഘുവായിട്ട് കാണരുത്. ഇത് ഒരു ഡിവൈസിന്റെ മുമ്പിൽ നമ്മൾ ടൈം പാസിന് ഇരിക്കുന്നതല്ല. നമ്മൾ ആത്മാവിൽ ചില മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്നിധി ബോധത്തോടെ നമ്മൾ ഇരിക്കണം. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച്
ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ വളരെ അധികം റെസ്പെക്റ്റ് ചെയ്യുകയും ബഹുമാനിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൈകൾക്ക് പരിമിതിയുണ്ട്, എൻ്റെ ശബ്ദത്തിന് പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ഫിസിക്കൽ കൈ ഉയർത്തുമ്പോൾ എനിക്ക് വിസിബിൾ അല്ലാത്ത ഒരു അതോറിറ്റി എൻ്റെ ഈ കരം ഉയർത്തുമ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എൻ്റെ ശബ്ദത്തിന് പരിധിയുണ്ട്, അത് മൈലുകൾക്കപ്പുറത്തേക്ക് പോകത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനെ ആത്മമണ്ഡലത്തിൽ ചലിപ്പിക്കുന്ന ഒരു ഡിവൈൻ അതോറിറ്റി ഉണ്ട്, യേശുവിൻ്റെ മഹത്വമുണ്ട്. അതെനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ അതിനെ വിശ്വസിക്കുന്നു, ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഇന്ന് രാത്രി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇരിക്കുന്നത് ഒരു ഡിവൈസിന്റെ മുമ്പിലല്ല, നിങ്ങൾ ഇരിക്കുന്നത് ഒരു ഡിവൈൻ പർപ്പസിന്റെ മുമ്പിലാണ്, ഒരു ഡിവൈൻ പ്ലാനിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ആ സന്നിധി ബോധത്തോടെ നിങ്ങൾ നിൽക്കണമെന്ന്, ഇരിക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ വായിച്ച വാക്യം ഞാൻ ഈ പറഞ്ഞതിനോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ഒരു കാര്യം തന്നെയാണ്. യോശുവയോട് ദൈവം നേരിട്ട് പറയുന്ന കുറെ കൽപ്പനകളാണ്. എന്താണ് യോശുവനോട് പറയുന്നത്? നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അടുത്ത വാക്യം, ഞാൻ അവർക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. സ്തോത്രം. ഇവിടെ ദൈവം യോശുവനോട് പറയുകയാണ്, ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞ ദൂത് നീ വിഭാഗിച്ചു കൊടുക്കും. നീ അത് കാണുമെന്നോ നീ അവിടെ ചെല്ലുമെന്നോ അല്ല, നീ ആയിരിക്കും അത് ഈ ജനത്തിന് കൊടുക്കുന്നത്, കൈമാറുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാൻ, എനിക്ക് നിന്നെക്കുറിച്ചുള്ള, ഇന്ന് രാത്രി ദൈവത്തിന് യോശുവേ നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാൻ ഇതാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് രണ്ട് എഫേർട്ട് നിന്റെ അടുത്ത് നിന്ന് വേണം. രണ്ട് കാര്യം എനിക്ക് വേണം എൻ്റെ ഈ പ്ലാൻ നിന്നിൽ കൂടെ നിവർത്തീകരിക്കാൻ. രണ്ട് കാര്യം. ഒന്ന്, നീ ഉറപ്പുള്ളവനായിരിക്കണം. രണ്ട്, നീ ധൈര്യമുള്ളവനായിരിക്കണം. ആമേൻ. രണ്ട് കാര്യം എനിക്ക് നിന്നിൽ നിന്ന് വേണം. പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞ എൻ്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് നിന്നെ ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് രണ്ട് ഉറപ്പ് എനിക്ക് വേണം, രണ്ട് കാര്യം എനിക്ക് വേണം. ഒന്ന്, നീ ഉറപ്പുള്ളവനായിരിക്കണം. രണ്ട്, നീ ധൈര്യമുള്ളവനായിരിക്കണം. ഈ ഉറപ്പെന്ന് പറയുമ്പോഴും ധൈര്യമെന്ന് പറയുമ്പോഴും ഇത് കർത്താവ് എടുത്ത് യോശുവയോട് പറയുമ്പം നമുക്ക് അവരുടെ ആ പുറകിലേക്കൊന്ന് നോക്കാം, അവരുടെ ആ ഒരു സാഹചര്യത്തിലേക്കൊന്ന് നോക്കാം. യോശുവ നിൽക്കുന്ന ഇടത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശവകുടീരങ്ങൾ അവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം കേട്ടിറങ്ങി തിരിച്ച ലക്ഷക്കണക്കിന് പിതാക്കന്മാരുടെ ശവകുടീരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് യോശുവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളും ഈ ദൈവത്തിന്റെ ദൂത് കേട്ടിറങ്ങി തിരിച്ചവരാ, ഞങ്ങളും ഈ ദൈവത്തിന്റെ അത്ഭുതം പ്രതീക്ഷിച്ചിറങ്ങിയവരാ. പക്ഷെ ഞങ്ങൾക്കാർക്കും അത് കാണാൻ പറ്റിയില്ല. ഈ മരുഭൂമിയിൽ ഞങ്ങളുടെ ഡ്രീമുകളൊക്കെ വിട്ടിട്ട്, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ അവസാനിക്കേണ്ടി വന്നു. ഈ ദൂതെല്ലാം ആ ജനറേഷൻ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കുക, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ജനറേഷൻ മുഴുവൻ, ആ തലമുറ മുഴുവൻ, യോശുവയും കാലേബും അടങ്ങുന്ന വിരലിലെണ്ണാവുന്ന ചിലരൊഴിച്ച് മുഴുവൻ ജനറേഷനും മരുഭൂമിയിൽ പട്ടുപോയിരിക്കുമ്പോൾ അവര് യോശുവനോടൊരു ദൂത് പറയുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചതാ, ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും നടന്നിട്ടില്ല, ഞങ്ങളും ഇത് കേട്ടിറങ്ങിയതാ, ഇന്ന് വരെ ഒന്നും നടന്നിട്ടില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ.
ലക്ഷക്കണക്കിന് സാക്ഷ്യം അവിടെ നിന്ന് കേൾക്കുമ്പം യോശുവനോട് വേറൊന്ന് ദൈവം പറയുക, നീ അങ്ങോട്ട് നോക്കരുത്, നീ അത് കേൾക്കുകയും ചെയ്യരുത്. ഞാൻ നിന്നോട് പറയുക, അവർക്ക് പ്രാപിക്കാൻ കഴിയാത്തത്, അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിക്കണമെന്ന് പ്ലാനുണ്ട്. പക്ഷേ 2 കാര്യം എനിക്ക് വേണം, 2 അഷ്വറൻസ് എനിക്ക് വേണം. നീ ഉറപ്പുള്ളവനായിരിക്കണം, നീ ധൈര്യമുള്ളവനായിരിക്കണം. ഇന്ന് രാത്രി 2026 പ്രവൃത്തിയിൽ വരാത്ത, ഫുൾഫിൽ ചെയ്യാത്ത ആയിരക്കണക്കിന് വിഷയങ്ങൾ നിന്റെ പിറകിലുണ്ട്. അവയൊക്കെ പറയുന്നു ഇനി ഒന്നും നടക്കത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, ഈ രാത്രി വിശ്വസിക്കാൻ, ഉറയ്ക്കാൻ, ധൈര്യപ്പെടാൻ ഒരു മനസ്സിനിയുമുണ്ടോ? ദൈവം പറയുക, നീ ചിലത് നിന്റെ കരത്തിലെടുക്കും, ചില ദൈവപ്രവൃത്തി കാണും. ആമേൻ. ഹല്ലേലൂയ. 2 കാര്യം. ഒന്ന് ഉറപ്പ്. എന്താ ഈ ഉറപ്പെന്ന് പറയുന്നത്? സ്തോത്രം. ഉറപ്പെന്ന് പറഞ്ഞാൽ ദൈവം എന്തിനാണോ നിന്നെ വിളിച്ചത്, ദൈവം എന്താണോ നിനക്ക് തരാനിരിക്കുന്നത്, അതിനെ ഇന്നത്തെ സാഹചര്യം വെച്ച് അനലൈസ് ചെയ്തിട്ട്, ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് ഒന്ന് താരതമ്യം ചെയ്തിട്ട് ആ വിഷയം വിട്ടിട്ട് പുതിയ വിഷയത്തെ കയറി പിടിക്കുന്നവനില്ലാത്തതാണ് ഉറപ്പ്. ഞാൻ ഒന്നും കൂടെ പറയാം. ദൈവം പറഞ്ഞ ദൂതുകൾ കുറെ പ്രാർത്ഥിച്ചു നോക്കി, കുറെ ഉപവസിച്ചു നോക്കി, ഒരനക്കവും കിട്ടുന്നില്ല. ഉടനെ ആ വിഷയം വിട്ടിട്ട് പുതിയ വിഷയം എടുത്തു. കാരണം അത് വിട്ടു, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല ബ്രദറെ, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല പാസ്റ്ററെ, സ്തോത്രം, അത് വിട്ടു. ഇപ്പൊ പുതിയത് പിടിച്ചേക്കുക. അതിന്റെ അർത്ഥം ഉറപ്പില്ലെന്നാ. സ്തോത്രം. ദേ, യോശുവ ഇവരുടെ കൂടെ ഇറങ്ങിത്തിരിച്ചതാ, ഇവർക്ക് വെളിപ്പെട്ടതൊക്കെ യോശുവയ്ക്കും വെളിപ്പെട്ടതുള്ളൂ. ഇവർക്ക് കിട്ടിയതൊക്കെ യോശുവയ്ക്കും കിട്ടിയിട്ടുള്ളൂ. ഇവർ അനുഭവിച്ചതൊക്കെ യോശുവയും അനുഭവിച്ചിട്ടുള്ളൂ. സ്പെഷ്യൽ ഒന്നുമില്ല. സ്തോത്രം. യോശുവയ്ക്ക് 2 പറ കൂടുതൽ മന്നയൊന്നും പൊഴിഞ്ഞില്ല. എല്ലാവർക്കും പൊഴിഞ്ഞതിന്റെ കൂട്ടത്തിൽ പെറുക്കിയതേ ഉള്ളൂ യോശുവയ്ക്കും. യോശുവയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു മധുരമൊക്കെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. എല്ലാവരും മധുരം കുടിച്ചെടുത്ത് തന്നെ യോശുവയും കുടിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാവരും കുടിച്ചത് ഒരേ ആത്മീക പാറയിൽ നിന്ന് തന്നെയാണ്. എല്ലാവരും നടന്നത് ചെങ്കടലിൽ കൂടെ തന്നെയാ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. സ്തോത്രം. ഒരുപാട് പേര് പട്ടുപോയപ്പോൾ ദേ ഒരു ദൈവപുരുഷൻ കാലൂന്നി നിൽക്കുക. എന്നാ കാരണം എന്നറിയാമോ? അവൻ ഇന്നും ഇറങ്ങിയ നാളിലെ പോലെ ഒരു വിശ്വാസമുണ്ട്. ആമേൻ. മുരടിച്ചു പോയിട്ടില്ല. നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ പറയുക, വിശ്വാസത്തിൽ മുരടിച്ചു പോകരുത്, വിശ്വാസത്തിൽ മുരടിച്ചു പോകരുത്. ദൈവം നോക്കുന്നത് എത്ര വർഷമായി ഇറങ്ങിയിട്ടെന്നല്ല, ദൈവം നോക്കുന്നത് ഇന്നും നീ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഈ ഉറപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സത്യത്തില് എന്താണ് ഈ ഉറപ്പെന്ന് പറഞ്ഞ? സ്തോത്രം. ഞാൻ എപ്പോഴും വിശ്വാസികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ദൈവത്തോട് നേരിട്ട് പറഞ്ഞോണ്ട് എനിക്ക് ഉറപ്പില്ലെന്ന്. ആമേൻ. നമ്മുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയാമോ? ഒരുറപ്പും ഇല്ലേലും നമ്മൾ ആരുടെ മുമ്പിൽ പറയും എനിക്ക് ഭയങ്കര ഉറപ്പാ. ആരും മിണ്ടുന്നില്ല. ഗ്ലോറി. സൂം ആയതുകൊണ്ട് എനിക്ക് സ്വോത്രം കിട്ടിയില്ലെങ്കിലും മെസ്സേജ് വരുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നന്നായിട്ട് എത്ര നേരം വേണേലും ഒരു സ്വോത്രം ഇല്ലാണ്ട് പ്രസംഗിക്കും. കാരണം നല്ല തഴക്കമുള്ളവരുടെ ഇടയില ശുശ്രൂഷിച്ച് കയറി വന്നേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്വോത്രം ചെയ്യുക. പറഞ്ഞു വന്നത്, ഈ തഴക്കവും പഴക്കവും നിന്റെ വിശ്വാസത്തെ കെടുത്തരുത്. എത്ര കാലം ആയി എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്, ഇന്നും എത്രത്തോളം ദൈവസന്നിധിയിൽ നീ നിഷ്കളങ്കനാണെന്നാണ് ദൈവം നോക്കുന്നത്. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരിക്കൽ അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതിയെ തരും. സ്തോത്രം. ഈ ദൂത് കേട്ട ഉടനെ ഞാൻ വിചാരിച്ചു, നമ്മളെല്ലാം പറയുന്നത് പോലെ അബ്രഹാം ഉടനെ കൈ ഉയർത്തി
ഗ്ലോറി എന്ന് പറയുമെന്ന്. ആമേൻ. ഒരു ഹല്ലേലിയ പറയുന്നു. എവിടാ? ഈ ദൂത് കേട്ട ഉടനെ തിരുവെഴുത്ത് പറയുന്നു, അബ്രഹാം നിലത്ത് കവിണ്ണ് കടന്ന് ചിരിച്ചു. നിങ്ങൾ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളൊരു ദൂത് പറയുക, ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ അത് കേട്ടിട്ട് അങ്ങ് ചിരിക്കാൻ തുടങ്ങിയ അബ്രഹാം ചിരിച്ചു എന്ന് മാത്രമല്ല, കമണ്ണ് കടന്ന് ചിരിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഒരു പരിധി കഴിയുമ്പോഴാണ് കവിണ്ണ് കടന്നൊക്കെ ചിരിക്കുന്നത്. അതുപോലെ കവിണ്ണ് കടന്നങ്ങ് ചിരിക്കാൻ തുടങ്ങി. സ്തോത്രം. തമ്പുരാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ അബ്രഹാം അങ്ങ് തുറന്ന് സമ്മതിച്ചു. എൻ്റെ പൊന്ന് കർത്താവ്, പറഞ്ഞ ദൂതൊക്കെ ഭയങ്കര ദൂതാ. ഹല്ലേലൂയ. ഒരു കൊച്ചിനെ തരുമെന്നൊക്കെ പറഞ്ഞ വയസ്സാം കാലത്ത് പിന്നെയും വിശ്വസിക്കായിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടപ്പുറത്തെ മണല് ഓ സ്തോത്രം. പുള്ളി കമന്ന് കിടന്ന് ചിരി. തമ്പുരാൻ ഒന്നും പറഞ്ഞ കർത്താവിനത് ഇഷ്ടവാ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിക്കാനുള്ള ത്രാണിയില്ലേ? തുറന്ന് പറയാം, എൻ്റെ പൊന്ന് കർത്താവ്, ഇതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവ് ബലപ്പെടുത്തും. ഇന്ന് ആ അബ്രഹാമിന്റെ പേരാണ് വിശ്വാസികളുടെ പിതാവ്. ആമേൻ. കർത്താവ് ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് നമ്മുടെ സാറാമ്മച്ചി വാതൊക്കെ വന്നിട്ട് ഗ്ലോറിന്ന് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്നിട്ട് വാതിലിന്റെ പുറകോട്ട് പോയിട്ട് ഒരൊറ്റ ചിരി. ആന്റിമാരൊന്നും എന്നോട് പിണങ്ങരുതേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ? ഉടനെ ദൈവം ചോദിക്കുക, സാറേ നീ എന്തിനാ ചിരിച്ചേന്ന്. ഒരു പുള്ളി ഇവിടെ കമന്ന് കിടന്ന് ചിരിക്കുക. കർത്താവ് ഒരക്ഷരം ചോദിച്ചില്ല. ദൈവനാമമഹത്വത്തിന് ദൂത് കേട്ടിട്ട് സ്തോത്രം പറഞ്ഞിട്ട് ആരും കാണാതെ പുറകിൽ പോയിരുന്ന് ചിരിച്ച സാറാമ്മച്ചിനോട് ചോദിക്കുക, നീ എന്തിനാ ചിരിച്ചേന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൂത് പിടി കിട്ടിയോ? സ്തോത്രം. തമ്പുരാൻ എന്തെങ്കിലും പറയുമ്പം വിശ്വാസമില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ തുറന്ന് പറ, അപ്പ എനിക്കിത് വിശ്വസിക്കാൻ ത്രാണിയില്ല, ദൈവം നിന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. അന്ന് ത്രാണിയില്ലെന്ന് പറഞ്ഞ, തുറന്ന് സമ്മതിച്ച, കർത്താവിന്റെ മുമ്പിൽ നെടുമ്പാട് വീണ് ചിരിച്ച അബ്രഹാമിനെ കർത്താവ് ബലപ്പെടുത്തി. സ്തോത്രം. ആമേൻ. ബലമില്ലാത്തവനെ കർത്താവ് ബലപ്പെടുത്തി. കർത്താവ് പറഞ്ഞടാ, വിശ്വാസികൾക്കൊരു പിതാവുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. തമ്പുരാന്റെ മുമ്പിൽ തുറന്നു പറ, അപ്പാ സ്തോത്രം, ഇത്രയും നാളായിട്ട് പലതും കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൂതിന് ആമേൻ പറയുന്നുണ്ട്, പക്ഷെ അകത്തളത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ എനിക്കറിയാം എനിക്ക് പലതും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബലപ്പെടുത്ത, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി എൻ്റെ അപ്പം ബലപ്പെടുത്തും. ആമൻ നിന്നെ ആമൻ അനേക അത്ഭുതങ്ങളുടെ പിതാവാക്കി മാറ്റും. വിടുതലുകളുടെ ഏത് വിഷയത്തിനകത്താണോ നീ ബലഹീനനായത്, അതിൻ്റെ പിതാവാക്കി ദൈവം നിന്നെ മാറ്റും. ഉറപ്പുള്ളവനായിരിക്കുക. ഇവൻ ഉറപ്പില്ലെങ്കിൽ തുറന്ന് സമ്മതിക്കണം. യോശുവനോട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ കാണും, പക്ഷെ നീ നോക്കരുത്, നീ നിന്റെ വാക്തത്വത്തിന്റെ നിവൃത്തിയിലേക്ക് നോക്കും. ആമേൻ. 2, നിനക്ക് ധൈര്യം വേണം. ഈ നമ്മൾ ഭയങ്കര ധൈര്യശാലികളാണ്. നമ്മൾ എവിടെയാ ധൈര്യം കുറച്ച് കാണിച്ചേ? നമ്മളെല്ലാ മേഖലയിലും ധൈര്യമുള്ളവരാണ്, അസാധാരണമായ ധൈര്യമുള്ളവരാണ്. പക്ഷെ ആത്മീക കാര്യം വരുമ്പം നമുക്ക് ആ വലിയ ധൈര്യമൊന്നുമില്ല. സ്തോത്രം. നിങ്ങൾ അതിനകത്ത് വലിയ ആമേനൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. റിയാലിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഒരു വൈറൽ അറ്റാക്ക് വന്നിട്ട് ഷിവർ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് അത് പകരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അദ്ദേഹത്തെ കരുതാൻ, ട്രീറ്റ് ചെയ്യാൻ ആരുമില്ല. ഞാൻ ഇന്ന് രാത്രി ഓടിച്ചെന്ന് അദ്ദേഹത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതേ, നമ്മൾ ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പം മിക്കവാറും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, സൂക്ഷിക്കണേ പാസ്റ്ററെ,
സൂക്ഷിക്കണേ ബ്രദറെ, തിരിച്ചടിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. സ്പിരിച്വൽ ആയിട്ടുള്ള ഇത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, വേദപുസ്തകത്തിലില്ല. ഞാൻ നെതർലൻഡ്സിൽ വന്നിട്ട് പല പ്രാവശ്യം ഈ കൺട്രീനെ മുഴുവൻ കവർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഈ ഈ രാജ്യത്തിൻ്റെ ഓരോ സ്റ്റേറ്റും ഞാൻ കവർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനിത് ധൈര്യത്തോടെ പറയുമ്പോൾ എന്നോട് പറയും, പാസ്റ്ററെ സൂക്ഷിക്കണേ. എന്തു സൂക്ഷിക്കാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ? തിരിച്ചടിക്കും. ആര് തിരിച്ചടിക്കും? ഹല്ലേലൂയ. ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ വീട്ടിൽ പോയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് കരം വെച്ച് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഒരു ഭൂതം ബാധിച്ച പൈശാചിക മണ്ഡലങ്ങൾ ആഴമായിട്ട് വെളിപ്പെട്ട് നിൽക്കുന്ന തലത്തിൽ പോയി ധൈര്യത്തോടെ. അവിടെ ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പാകെ കാണിക്കുന്ന പ്രതികരണശേഷിയോ ധൈര്യമോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. ദേശത്ത് ആമേൻ സെക്കുലർ വേൾഡിൽ നടക്കുന്ന റെസ്പോൺസ് ഒന്നല്ല ഞാൻ പറയുന്നത്. സ്പിരിച്വൽ വേൾഡിനകത്ത് ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. പൈശാചിക ലോകത്തിന്റെ മുമ്പിൽ ധൈര്യമുണ്ടോ? ദൈവം ചോദിച്ചത് ഇന്ന് രാത്രി നിനക്ക് ആത്മമണ്ഡലത്തിൽ ധൈര്യമുണ്ടോന്നാ. സ്തോത്രം. രോഗങ്ങളുടെ മുമ്പിൽ, ബാധകളുടെ മുമ്പിൽ, പൈശാചിക മണ്ഡലങ്ങളുടെ മുമ്പിൽ, ദുർമന്ത്രവാദങ്ങളുടെ മുമ്പിൽ ധൈര്യമുണ്ടോ? സ്തോത്രം. ഇല്ലേ, ഒന്നും കർത്താവിന് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. സ്പിരിച്വൽ മണ്ഡലങ്ങൾക്കകത്ത്, ആത്മമണ്ഡലങ്ങൾക്കകത്ത് ധൈര്യം വേണം. ആമേൻ. ധൈര്യത്തോടെ കയറി ചെല്ലണം, ധൈര്യത്തോടെ നിൽക്കണം. സ്തോത്രം. വാഗ്ദത്തം കാണിക്കാൻ, ഉറ്റുനോക്കാൻ 12 പേരെ അയച്ചിട്ട് തിരികെ വരുമ്പോ അവര് പറഞ്ഞു, കാര്യം ദേശമൊക്കെ നല്ല ദേശമാ, പക്ഷെ വിടുതൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടുത്തെ അനാക്യ മല്ലന്മാരെ കണ്ടിട്ട്, അവരെ കണ്ടിട്ട് ഞങ്ങൾ ഏതാണ്ട് വെട്ടുക്കിളി പോലെയാ തോന്നുന്നത്. കർത്താവ് പറഞ്ഞു, ആ പറഞ്ഞവന്മാരെല്ലാം മാറ്റി നിർത്തി, അവരൊക്കെ തിരിച്ചു പൊക്കോട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഭയമുള്ളവനെ കൊണ്ട് വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ദൈവത്തിന് നടത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ഈ പറയുന്ന ഇന്ന് രാത്രി ആത്മാവിൽ റിസീവ് ചെയ്യാൻ എത്ര ദൈവമക്കളുണ്ട്, അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. 2026 ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മരുഭൂമിയിൽ പട്ടുപോയ ലക്ഷക്കണക്കിന് ആൾക്കാരെ പോലെ ദൈവത്തിന്റെ പ്രോമിസ് കാണാതെ വഴിത്തലക്കൽ വീണുപോയ 10,000-ങ്ങളെ പോലെ ആയിരിക്കാനല്ല. 2026 ദൈവം നിന്നെക്കുറിച്ച്, തലമുറയെക്കുറിച്ച്, ചർച്ചിനെ കുറിച്ച്, ദേശത്തെക്കുറിച്ച് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ, അത് നിവർത്തി കാണുവാൻ, അതിന്റെ നിവർത്തി കാണുവാൻ ധൈര്യവും ഉറപ്പുള്ള ചിലതുമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരോട് ദൈവത്തിന് ഇടപെടാനുണ്ട്. ഓ ജീസസ്, നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. 2 പേരെ കർത്താവിന് കിട്ടിയത്, 2 പേരെ, കാലേബിനെയും യോശുവേനെയും, 2 പേരെ. സ്തോത്രം. പുതിയ ജനറേഷൻ അവര് കണ്ട അത്ര അത്ഭുതം കണ്ടിട്ടില്ല. അവര് ചെങ്കടൽ പിളർന്നു എന്ന് അവര് കണ്ടിട്ടില്ല. നോ. സ്തോത്രം. പുതിയ ജനറേഷനെ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ലെങ്കിലും വിളിച്ച ദൈവത്തെ അറിയുന്നവരെ ദൈവം വാഗ്ദത്തത്തിലേക്ക് നടത്തി. സ്തോത്രം, ഹല്ലേലൂയ. വഴി ഉടനീളം അത്ഭുതം കണ്ടിട്ടും ഇന്നും ദൈവത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ, ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ, അന്ധമായിട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ഇനിയും അടയാളങ്ങളെ ചോദിച്ച് പുറകോട്ട് നിൽക്കുന്നവനെ മാറ്റി നിർത്തിയിട്ട് ഒരു പുതിയ ജനറേഷൻ മുമ്പോട്ട് വന്നു. യോശുവനോട് ദൈവം പറഞ്ഞു, അവരുടെ കൈ പിടിച്ചോ, ഞാൻ അവരെ കൊണ്ടുപോകാൻ പോകും. ഇന്ന് രാത്രി ഭയമെല്ലാം മാറ്റിവെച്ച് ധൈര്യത്തോടെ പുറത്തോട്ട് വരുന്ന ഒരു പുതിയ തലമുറയെ സ്വർഗം പ്രതീക്ഷിക്കുക. ഇന്ന് രാത്രി 2026 ദൈവം അത് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിന്റെ മുമ്പിലും നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ ഉറപ്പിനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. ഓ ജീസസ്. ഞാനിതൊരു ദൂതായിട്ടാണ് പറയുന്നത്. ഈ ദൂതിന് നിങ്ങൾ ആമേൻ പറയാൻ തയ്യാറാകുമോ? സ്തോത്രം. ദൈവം നിങ്ങളോട് പറഞ്ഞ എല്ലാ ദൂതിന്റെയും നിവൃത്തി നിങ്ങൾ കണ്ടിട്ടല്ലാതെ ഈ ലോകത്ത് മാറ്റപ്പെടത്തില്ല.
സ്തോത്രം. എനിക്ക് ഒത്തിരി തെളിവുകൾ തരാനുണ്ട്. ശിമയോൻ എന്ന് പറയുന്ന ഒരു വന്യ വയോധികൻ, സ്തോത്രം, ഒരു പുരുഷായുസ് മുഴുവൻ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് താങ്കൾ ഇന്ന് നിരാശപ്പെടാതെ ഇത്ര ധൈര്യമായിട്ടും ഈ ആലയത്തിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നേ? വാർദ്ധക്യമായില്ലേ? സ്തോത്രം. അദ്ദേഹം പറയും, ഇല്ല, എനിക്കൊരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യണുണ്ട്. സ്തോത്രം. ഒരു വാഗ്ദത്തം എനിക്ക് കാണാനുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? ഞാൻ മശിഹയെ കാണും. ഓ, ഈ വാഗ്ദത്തം എന്നാ തുടങ്ങിയത്? ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതാ. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയ ഒരു പ്രോമിസ്, യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രോമിസ് തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകത്തിൽ. സ്തോത്രം. 100 കണക്കിന് ആൾക്കാർ ഈ പ്രോമിസിനെ കുറിച്ച്, ഈ വാഗ്ദത്തത്തെ കുറിച്ച് പ്രവചിച്ചു. എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചു, അവരാരും കണ്ടില്ല. സ്തോത്രം. ഇത്രയും പഴക്കമുള്ള ഒരു ദൂത്, ഇത്രയും പ്രവാചകന്മാർ പ്രവചിച്ചിട്ടും കാണാത്ത ഒരു ദൂത്, ഒരു മനുഷ്യൻ പറയുക, ഞാൻ കാണും, ഞാൻ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്താ ഉറപ്പ്? ഇതിനു മുമ്പുള്ള പിതാക്കന്മാരൊക്കെ പ്രവചിച്ചു, പക്ഷെ അവരാരും കണ്ടില്ലല്ലോ. താങ്കൾ കാണുമെന്നെന്താ ഉറപ്പ്? ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കാണും, കണ്ടിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ദിവസം ആത്മനിയോഗത്തോടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു സാധു കുടുംബം വന്നേക്കുക. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മറിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ ഏന്തിയിട്ട് പറയുക, നാഥാ, ഇപ്പോൾ തിരുവചനം പോലെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാ. സ്തോത്രം. അവന്റെ മുടി നരയ്ക്കുമ്പോഴും അവന്റെ ശരീരം ബലഹീനമാകുമ്പോഴും പഴയതുപോലെ ഉത്സാഹമില്ലാതെ വരുമ്പോഴും പുറത്തെ ശരീരത്തിന്റെ ബലമെല്ലാം ഓരോ ദിവസവും കെട്ടുപോകുമ്പോഴും ആ മനുഷ്യൻ പറയുക, പുറത്തെ ബലമെല്ലാം ക്ഷയിച്ചാലും ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തം കാണും. ഓ, താങ്ക് യു ജീസസ്. 8 വർഷം മാത്രം ഭർത്താവിനോടുകൂടെ ജീവിച്ച, നീണ്ട 84 കൊല്ലം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒരു അമ്മച്ചി ആ ആലയത്തിൽ ഇരിക്കുക. ഇസ്രയേലിന്റെ വിടുതലോർത്ത് ദൈവപ്രവർത്തിക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഹന്ന എന്ന് പറയുന്ന ആ അമ്മച്ചി, പ്രവാചകി, ഓടി വന്ന കൊച്ചിനെ കയ്യിലേന്തി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പക്ഷേ ഈ അമ്മച്ചീനോട് എല്ലാരും ചോദിച്ചു കാണും, 8 വർഷം കഴിഞ്ഞപ്പോ ഭർത്താവ് മരിച്ചു പോയതല്ലേ, ഒരു നല്ല വിവാഹമൊക്കെ കഴിച്ച് ഒരു നല്ല കുടുംബജീവിതമൊക്കെ കഴിച്ച് പോകാമായിരുന്നില്ലേ? സ്തോത്രം. ഒരുപാട് ചോദ്യങ്ങൾ കേട്ടു. ജീവിതത്തിന്റെ അവസാന നാഴികയിലേക്ക് വരുമ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാര്യം എഴുതാൻ മത്തായി വിട്ടുപോയി. ഹന്നയെക്കുറിച്ചും ശിമിയോനെ കുറിച്ചും ലൂക്കോസ് വിട്ടുപോയി. ആമേൻ. യോഹന്നാനും വിട്ടുപോയി. ആമേൻ. എന്നാൽ ഒരു അഭിഷിക്തൻ, മർക്കോസും വിട്ടുപോയി, ലൂക്കോസ് വിട്ടുപോയില്ല. നമ്മൾ ലൂക്കോസ് അന്ന് ഇവരെ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവരെ അറിയത്തില്ലായിരുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി, ഒരു ആയുസ് മുഴുവൻ ആ മാതാവും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിന്നപ്പം ആ വാഗ്ദത്തത്തെ അവരെ കണ്ടു എന്ന് മാത്രമല്ല, നമ്മളോട് 2026 പറയുക, ഒരു പ്രോമിസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനിത് പറയുമ്പം എൻ്റെ സമയം കുറച്ച് മുമ്പോട്ട് പെട്ടെന്ന് പോയി, ഞാൻ ആ സമയത്തിന് നിർത്തിക്കോളാം. ഞാൻ എൻ്റെ സാക്ഷ്യം പെട്ടെന്ന് ഞാനിങ്ങ് ഓർക്കുക. നെതർലൻഡ്സിലേക്ക് വരുമ്പോൾ ഞാൻ കർത്താവിനോടൊരു കൺഫർമേഷൻ ചോദിച്ചു. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഒരു പാസ്റ്ററായിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഒരു ഹോളും എല്ലാം പണിത് എല്ലാം നിൽക്കുമ്പോഴാണ് ഈ ഓഫർ വരുന്നത്. ആദ്യം ഈ ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ റിജക്റ്റ് ചെയ്തു, ഞങ്ങൾ തള്ളിക്കളഞ്ഞു. കാരണം കർത്താവിൻ്റെ വേല കഴിഞ്ഞിട്ടുള്ളേ ഉള്ളൂ യൂറോപ്യൻ ട്രിപ്പൊക്കെ. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഈ ഓഫർ വന്നു. ഞാൻ പറഞ്ഞു, നോ പറയാൻ വരട്ടെ, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു പൊക്കോളാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കൊരു ഉറപ്പ് വേണം. എൻ്റെ 8 വർഷങ്ങൾക്ക് മുമ്പ്
ഞാൻ എഴുതി വെച്ച ഒരു പഴയ ഡയറി കർത്താവ് എനിക്ക് തന്നു അന്ന് രാത്രി. ഹല്ലേലൂയ. അതിനകത്ത് ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞേക്കുന്നത് ഞാൻ എഴുതി വെച്ചേക്കുക, നീ കുടുംബമായി യൂറോപ്പിൽ കർത്താവിന്റെ വേല ചെയ്യും. ഈ ദൂത് കേൾക്കുമ്പോ എനിക്ക് അബ്രഹാമിനെക്കാളും വലിയ ചിരി ഞാൻ ചിരിക്കും. അന്നേരത്തെ എന്റെ സാഹചര്യം അതാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഓഫർ വന്ന് ഞാൻ തള്ളിക്കളഞ്ഞിട്ടും രണ്ടാമതും ഇത് വന്നു. സ്തോത്രം. ഞാൻ അടുത്ത അടയാളം വെച്ചു, ഒരുപാട് ഡിമാൻഡ് വെച്ചു, ഒരുപാട് ഡിമാൻഡ്. എല്ലാ ഡിമാൻഡും അവർ മീറ്റ് ചെയ്തു. സ്തോത്രം. ഇങ്ങോട്ട് വരുമ്പം ഇടാനുള്ള ഡ്രസ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്വർഗം പ്രൊവൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അത് നിവർത്തിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെ പറയുകയാണ്, ആമേൻ, ദൈവം നിങ്ങളോട് പറഞ്ഞ ദൂതിന്റെ മുമ്പിൽ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്, നിങ്ങൾ അതിനെ വിട്ടുകളയരുത്. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം. ദൈവം ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയെ കാണിക്കും. Oh, thank you, Father. I declare the name of Jesus. Amen. I declare it. You will see the miracle of God. Definitely, you will see the miracle of God. 2026 in the beginning ദൈവം എന്നോട് തന്ന ഒരു പ്രോമിസാണ്. ഇത് വാഗ്ദത്തങ്ങൾ നിറവേറുന്ന വർഷമാണ്. അല്ലെ, ഇനി ഒരു പുതിയ വാഗ്ദത്തമല്ല, തന്ന വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന വർഷമാണ്. ആമേൻ. ഹല്ലേലൂയ. ഓണസ്റ്റ്ലി ഞാൻ പറയാം, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു എടുക്കാനിരുന്നത്. ഞാൻ ഈ ഒരു വചനമായിരുന്നു, പക്ഷെ പ്രോമിസ് ആയിരുന്നില്ല എൻ്റെ വിഷയം. പക്ഷെ കർത്താവിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കറിയാം ആരോടൊക്കെയോ ദൈവം ശക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളെ ചിലത് കാണിക്കാൻ പോവുക. അത് മിനിസ്ട്രി ആയിരിക്കാം, അത് നിങ്ങളുടെ ഫിസിക്കൽ ഡെലിവറൻസ് ആയിരിക്കാം, അത് നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഏത് വിഷയമാണെങ്കിലും അത് നിങ്ങളുടെ ആത്മമണ്ഡലത്തിലെ ഷിഫ്റ്റിംഗ് ആയിരിക്കാം. ഓ, കർത്താവ് അത് ചെയ്യും. വിട്ടുകളയരുത്. ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവനായിരിക്കുക. സ്തോത്രം. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രു എപ്പോഴും പോരാടും. നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തെ ചോർത്തിക്കളയാൻ. നിങ്ങൾ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ കണ്ടോ? ഞാൻ പെട്ടെന്ന് കർത്താവ് എനിക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറയാം. കർത്താവിന്റെ അടുക്കലേക്ക് അവർക്ക് പോകാൻ, ഒരു സ്റ്റെപ്പ് വെക്കാൻ 10,000 തടസ്സങ്ങളുണ്ട്. 10,000 തടസ്സങ്ങൾ. സ്തോത്രം. ലേവ്യ പുസ്തകപ്രകാരം അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അവളെ തൊടാൻ പറ്റത്തില്ല, അവൾ ഒരു പുരുഷാരത്തിന്റെ ജനത്തിന്റെ ഇടയിൽ പോകാൻ പറ്റത്തില്ല. അവളെ ആരെങ്കിലും തൊട്ടാൽ അശുദ്ധനാകും, അവൾ ആരെങ്കിലും തൊട്ടാൽ അശുദ്ധനാകും. അവൾ ഇപ്പോൾ ഓടിക്കേറേണ്ടത് യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്തോട്ടാ. ന്യായപ്രമാണം അവളോട് പറയുന്നു, നീ ചെയ്യരുത്. ഹല്ലേലൂയ. ചെയ്യരുത്, അത് തെറ്റാണ്. ആമേൻ. അവക്ക് ഒരുപാട് റീസൺ ഉണ്ട് ഈ സമയത്ത് മിണ്ടാതിരിക്കാൻ, ഒതുങ്ങിയിരിക്കാൻ, അടങ്ങിയിരിക്കാൻ, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ഇനിയും അനുഭവിക്കാൻ, ഈ രോഗത്തെ ഇനിയും തുടർന്ന് ചുമന്നുകൊണ്ടു പോകാൻ. പക്ഷേ അവൾ പറയുക, ഈ 10,000 പ്രതിസന്ധിക്കകത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുക. ആ സ്റ്റെപ്പിന് നിനക്ക് ഉറപ്പ് വേണം, ആ സ്റ്റെപ്പിന് നിനക്ക് ധൈര്യം വേണം. ഒന്ന്, നീ തൊട്ടാൽ ഞാൻ വിടുതൽ പ്രാപിക്കും, ഞാൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കും. അത് നിന്റെ ഉറപ്പ്, അത് നിന്റെ ഫെയ്ത്ത് ആണ്. 2, ഈ ജനം എന്നെ എന്തു വിചാരിക്കും, ഈ ജനം എങ്ങനെ എന്നോട് പെരുമാറും, എന്നോട് എങ്ങനെ ഇടപെടും. ആമേൻ. അവിടെ നിനക്ക് ധൈര്യം വേണം. ഹല്ലേലൂയ. ഇത് രണ്ടിനെയും ബ്രേക്ക് ചെയ്ത് അവൾ മുമ്പോട്ട് ചെന്നു.
ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾക്ക് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കണോ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഇന്നത്തെ പരിധികളെ ബ്രേക്ക് ചെയ്ത് ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ വേണമോ, ഒരു ഡെലിവറൻസ് വേണമോ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വരണം. ഇന്നായിരിക്കുന്ന പരിധിക്കകത്ത് നിന്ന്, ഇന്നായിരിക്കുന്ന പ്രാർത്ഥനയുടെ പരിധിക്കകത്ത് നിന്ന്, ഇന്നായിരിക്കുന്ന വിശ്വാസത്തിന്റെ പരിധിക്കകത്ത് നിന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തു വാ. അവൾ അതിനെ തിരക്കി ചെന്ന കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടു. ഓ സ്തോത്രം! ഉടനെ കർത്താവ് അവിടെ നിന്നു. എന്നിട്ട് കർത്താവ് ചോദിക്കുക, ആരാ എന്നെ തൊട്ടേന്ന്? പത്രോസ് പറഞ്ഞു, കർത്താവെ, 100 കണക്കിന് ആൾക്കാര് തിരക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചോദ്യം? കർത്താവ് പറഞ്ഞു, അങ്ങനെ തൊട്ടതല്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കൂടെ തൊട്ടു ഉരുമി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അങ്ങനെ തൊട്ടതല്ല. എൻ്റെ മഹത്വം അറിഞ്ഞ് എന്നെ തൊട്ട ആരോ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ മഹത്വം, ഞാൻ ചുമക്കുന്ന അഭിഷേകത്തെ അറിഞ്ഞു തൊട്ട ആരോ ഉണ്ട്. ഞാൻ ചുമക്കുന്ന ഡിവൈൻ അതോറിറ്റിയെ അറിഞ്ഞു തൊട്ട ആരോ ഉണ്ട്. അതാരാ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആസ് യൂഷ്വൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ റെഗുലറായിട്ട് ആയുസ് മുഴുവൻ ഒരു റിലീജിയസ് ക്രിസ്ത്യൻ ആയിട്ട് നിങ്ങൾക്ക് യേശുവിനെ ഫോളോ ചെയ്യണോ? ചെയ്യാം. നിങ്ങൾ നടന്നോ, കൂടത്തിൽ നടന്നോ, കുഴപ്പമില്ല. ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം, ഒത്തിരി മിറക്കുകൾ നിങ്ങൾക്ക് കാണാം, യേശുവിൻ്റെ ഒത്തിരി വചനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു ചലനം ഉണ്ടാകണമോ, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണമോ, നിങ്ങൾ കൂടെ നടക്കുന്നവരാകരുത്. നിങ്ങൾ ആ അഭിഷേകത്തെ കയറി പിടിക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിനെ കയറി പിടിക്കണം. അവന്റെ മേൽ അവൻ ചുമക്കുന്ന, യേശു ചുമക്കുന്ന ആ ഒരു അഭിഷേകത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണം. ഓ ജീസസ്, the name of Jesus. Hallelujah. Amen. Hallelujah. നമ്മുടെ ദൈവം മരിച്ചിട്ടില്ല ദൈവമക്കളെ, മരിച്ചിട്ടില്ല. നോ, മരിച്ചിട്ടില്ല. സ്തോത്രം. യോശുവനോട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനറ്റ ശരീരം പറയുന്നു, ഈ ദൈവം ഒന്നും ചെയ്യത്തില്ല, ഈ ദൈവം ഒന്നും പ്രവർത്തിക്കത്തില്ല, ഞങ്ങൾ സാക്ഷിയാ. പക്ഷെ യോശു അത് കേട്ടില്ല. നോ, സ്തോത്രം, എനിക്കറിയാം എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. എനിക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയണമെന്നുണ്ട്, പെട്ടെന്ന് ഞാൻ നിർത്താം. യോശുവനോട് ദൈവം പറഞ്ഞു എന്താണെന്നറിയാമോ? സ്തോത്രം, നീ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുകയാണെങ്കിൽ നീ ഈ ജനത്തിന് ഞാൻ പ്രോമിസ് ചെയ്തതെല്ലാം വിഭാഗിച്ചു കൊടുക്കും. സ്തോത്രം. ഈ സമയത്ത് മോശ മരിച്ചു. ഇസ്രായേൽ ജനത്തിൽ ആദ്യം ഇറങ്ങി തിരിച്ച ആദ്യത്തെ ജനറേഷൻ മരിച്ചു. അവരെ നടത്തിക്കൊണ്ടുവന്ന മോശ മരിച്ചു. സ്തോത്രം. മോശനോടും പറഞ്ഞു, ഇവിടെ വരെ മതി, ഇവിടെ നിന്ന് നീ അവസാനിപ്പിച്ചോളാൻ. സ്തോത്രം. നിങ്ങൾ നോക്കി, എന്തൊരു അൺസർട്ടനിറ്റിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുക, നീ നോക്കിയ നിന്റെ ആത്മീക പിതാവിന് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക്, ഒരു മിഷൻ. സ്തോത്രം. എനിക്ക് നിന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. 2 കാര്യം വേണം, ഉറപ്പ് വേണം, ധൈര്യം വേണം. ഹല്ലേലൂയ. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ യോശുവനെ വാഗ്ദത്ത കനാനിലെത്തിച്ചിട്ട് ആ ദേശം വിഭാഗിച്ചു കൊടുക്കുകയാണ്. ആ വാക്യങ്ങളൊക്കെ വായിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്ത കൊണ്ട് പോവുക. യോശുവ ഇസ്രായേൽ മക്കൾക്കൊക്കെ ഈ ദേശം മുഴുവൻ വിഭാഗിച്ചു കൊടുത്തു. ഓ സ്തോത്രം. ഇവിടെ 5 മക്കളുണ്ടെങ്കിൽ ഒന്ന് വീതം വെച്ചേ. ഹല്ലേലൂയ. ഒന്ന് വീതം വെച്ചേ. സ്തോത്രം. 1000കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തു. സ്തോത്രം. ഒരു വ്യക്തി പോലും പ്രതികരിച്ചില്ല. ഒരു വ്യക്തി പോലും ആ മനുഷ്യനെതിരെ നിന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്തോത്രം. യോശുവേ, താങ്കൾക്ക് എങ്ങനെ ഇത് കഴിഞ്ഞു?
ആമേൻ. എങ്ങനെ ഇത്രയും വലിയൊരു കാര്യം താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞു? ഒരു വ്യക്തി പോലും ആമേൻ ദേഷ്യപ്പെടാതെ, ഒരു വ്യക്തി പോലും പെറുപെറുക്കാതെ വളരെ സക്സസ്ഫുള്ളി ഈ മിഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. സ്തോത്രം. ഡെഫിനറ്റ്ലി യോശുവയ്ക്ക് ഈക്വലായിട്ടോ വിഭജിക്കാൻ പറ്റിയിട്ടില്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. സ്തോത്രം. യഹൂദയുടെ അതിരൊക്കെ അങ്ങ് ബോഹാന്റെ കല്ല് വരെ കയറി ചെന്നു എന്നാ തിരുവെഴുത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആമേൻ 12 ഗോത്രങ്ങൾക്കും വിഭാഗിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിച്ചു നോക്കിയാൽ യഹൂദയുടെ അതിന് ഇച്ചിരി വിശാലത കൂടുതലാ. സ്തോത്രം. പ്രശ്നം ഉണ്ടാകാൻ അത് പോരെ? ഹല്ലേലൂയ. പോരെ? സഭായോഗത്തിന് കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരാ നമ്മള്. ഗ്ലോറി. ആമേൻ പറയണ്ട, കേട്ടാ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞില്ല. എങ്ങനെ സാധിച്ചു? തമ്പുരാനിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ഉറപ്പ്, ദൈവത്തിലുള്ള ആശ്രയം. ഈ സ്ഥലമെല്ലാം വിഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇസ്രായേൽ മക്കൾ പറയുക, അതെ ഉപദേശി നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തന്നു, ഉപദേശിക്കൊരു അവകാശം വേണ്ടേ? ഹല്ലേലൂയ. പുസ്തകം വായിച്ചാൽ മതി, വാക്യം പോലും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ തഴക്കവും പഴക്കവും ഉള്ളവരായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഞാനിത് കുറിവാക്യം വായിച്ചപ്പോഴേ അതിന്റെ ആശീർവാദം പറഞ്ഞിട്ടാ ചിലരിയ്ക്കുന്നത്, എല്ലാവരും അല്ല. ഗ്ലോറി. എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാ അറിയാം. കൃപ. ഈസലോ. അപ്പോ ഇസ്രായേൽ മക്കൾ പറയുക, അതെ നമ്മുടെ ഉപദേശം നമുക്കെല്ലാം വിഭാഗിച്ചു തന്നു. അദ്ദേഹത്തിന് തിരുവെഴുത്ത് പറയുന്നൊരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇസ്രായേൽ മക്കൾ അവർക്കിടയിൽ യോശുവയ്ക്ക് ഒരു അവകാശം കൊടുത്തു. സ്തോത്രം. ആമേൻ. യോശുവ തന്റെ ആദ്യം നീക്കി വെച്ചിട്ടല്ല കൊടുത്തേ, ഒന്നും നീക്കി വെച്ചില്ല, എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു, എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാ. നിങ്ങൾ വിശ്വസ്തയോടെ നിന്ന തമ്പുരാന്റെ സന്നിധിയിൽ പ്രതിഫല ഇച്ഛയില്ലാതെ തമ്പുരാന്റെ മുമ്പിൽ നിന്ന, ഓ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാലത്ത് യേശുവിനെ അറിഞ്ഞതിനെ പ്രതി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മാതാവും സഹോദരങ്ങളൊക്കെ തമ്പുരാനോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, കർത്താവ് ഇന്ന് കയറിക്കിടക്കാൻ ഒരു അന്തി ഉറങ്ങാൻ ഒരു ഇടം തരണേ. സ്തോത്രം. പ്രായപൂർത്തിയായ പെൺപിള്ളേരെ കൊണ്ട് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് സന്ധ്യയ്ക്ക് ഒരു മാതാവ് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി അന്തി ഉറങ്ങാൻ എനിക്കൊരു ഭവനം തരണേ. സ്തോത്രം. വർഷങ്ങൾക്ക് പിറകിൽ ഇന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ നാട്ടിലും സ്തോത്രം അല്ലെ എറണാകുളത്തും ആംസ്റ്റർഡാം, നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് കൺട്രിയിൽ ഒരു കൺട്രിയാണ് ഈ നെതർലൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെയും കർത്താവ് ഇന്ന് എനിക്ക് ഗൃഹം തന്നു, വീട് തന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് യേശുവിന് വേണ്ടി ഇറങ്ങിയ വീട് കിട്ടുമെന്നോ അവിടെ ഇവിടെയൊക്കെ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വീടിന് വേണ്ടി കർത്താവിന്റെ തന്നെ ഉപവസിച്ചിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എല്ലാം ഫേവറാ, ദൈവത്തിന്റെ ഫേവറാ. സ്തോത്രം. എല്ലാം ഫേവറാ. ഞാൻ ദൈവത്തിന് സ്തോത്രം. കാരണം തമ്പുരാന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവനെ ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. എനിക്കത് ധൈര്യത്തോടെ പറയാം, വിശ്വസ്തയോടെ നിൽക്കുന്നവനെ ദൈവം മറക്കത്തില്ല. ആമേൻ. ഇന്ന് ഞാനിവിടെ ആരാധിക്കുമ്പോൾ ആംസ്റ്റർഡാം പട്ടണത്തിനകത്ത് നെതർലൻഡ്സിൽ ആംസ്റ്റർഡാമിൽ സെൻട്രലിനോട് ചേർന്ന് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഹോളും ഫെസിലിറ്റിയും കർത്താവ് എനിക്ക് തന്നു, ഫ്രീ ആയിട്ട്. ആമേൻ. 3000 യൂറോ ആണ് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 4 ഞായറാഴ്ച വൈകുന്നേരം മാത്രം ആരാധിക്കാൻ. സ്തോത്രം. ഏതാണ്ട് 3 ലക്ഷം രൂപ ഇന്ത്യൻ കറൻസി നോക്കുകയാണെങ്കിൽ കർത്താവ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഒരു കാര്യവും തമ്പുരാൻ മുടക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, വിശ്വസ്തനായിരിക്കണം, അവൻ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവനായിരിക്കണം, മനുഷ്യരിൽ ആശ്രയിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം.
ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വരട്ടെ ദൈവമക്കളെ, ദൈവമാണോ നമ്മളെ വിളിച്ചത്? ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്തം പോലും ദൈവം മറന്നിട്ടില്ല. ഒരു വാഗ്ദത്തം പോലും ദൈവം മറന്നിട്ടില്ല. ഇന്ന് രാത്രി ഓരോന്നോരോന്ന് നിവൃത്തിയിലേക്ക് വരാൻ പോവുകയാണ്. ഞാൻ പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങൾ തലമുറയെ നോക്കി നിങ്ങൾ പറ, എൻ്റെ അപ്പൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്. ആമസ്തോത്രം. നിങ്ങളുടെ എല്ലാ മേഖലയെ നോക്കി നിങ്ങൾ വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവം എന്നെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞ ഒന്നും വൃഥാവാകത്തില്ല. ഞാൻ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി കാണും. ഓ ജീസസ്, name of Jesus. ഹല്ലേലൂയ. സ്തോത്രം. മോശയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ടും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. ഹല്ലേലൂയ. ഉറപ്പ് വേണം, ധൈര്യം വേണം. സ്തോത്രം. ഈ ഉറപ്പെന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് തന്നെയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ഉറപ്പെന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എനിക്ക് പൂർണ്ണ ധൈര്യമുണ്ട്. മോശേനോട് പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യം യോശുവനോട് ദൈവോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടെ വായിച്ചിട്ട് നമുക്കങ്ങ് നിർത്താം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വന്നേ യോശുവയുടെ പുസ്തകത്തില് അതിന്റെ 1-ാം അധ്യായത്തില് കർത്താവ് പറയുകയാണ്, ഈ 1:8 ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഇത് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, ദൈവം യോശുവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, നീ ഉറപ്പുള്ളവനായിരിക്കണം, നീ ധൈര്യമുള്ളവനായിരിക്കണം, നീ പ്രമാണത്തിൽ നിൽക്കുന്നവനായിരിക്കണം. പ്രമാണത്തിൽ നിൽക്കാൻ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം. സ്തോത്രം. നീ രാവും പകലും ഇത് ധ്യാനിക്കണം. ഹോ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിന്റെ അർത്ഥം എന്നാ? നീ നടക്കുമ്പം, പോകുമ്പം, ജോലി ചെയ്യുമ്പം എപ്പോഴും വചനം ധ്യാനിക്കണം. വചനം ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം? വചനം അറിയണം. എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ബൈഹാർട്ടാക്കണം. സ്തോത്രം. വചനത്തെ ധ്യാനിക്കുക. ദൈവത്തിന്റെ വചനം ബൈഹാർട്ടാക്കുക. ഓരോ പ്രോമിസുകളും, ദൈവം പറഞ്ഞ ഓരോ വചനങ്ങളും ബൈഹാർട്ടാക്കിയിട്ട് അത് നീ ധ്യാനിക്കണം, അത് നീ പറയണം. എപ്പോഴൊക്കെ പറയണം? അല്ലെ, രാവും പകലും. ഓ സ്തോത്രം. രാവും പകലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നാൽ നീ കൃതാർത്ഥനാകും. ആമേൻ. വചനം ധ്യാനിക്കണം, വചനം നീ ഗ്രഹിക്കണം, വചനം പഠിക്കണം. യേശു ബൈഹാർട്ടായതായിരുന്നു എല്ലാ മേഖലയിലും ഉപയോഗിച്ചത്. സാത്താന്റെ മുമ്പിൽ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ. കാരണം ബൈഹാർട്ടായിരുന്നു, അതായിരുന്നു ധ്യാനം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവളായിരിക്കുക. രാവും പകലും ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക. രാവും പകലും. സ്തോത്രം. ഡേ ആൻഡ് നൈറ്റ്, എവറി ടൈം അതിനെ ധ്യാനിക്കുക. ദൈവം നീ പ്രവർത്തിക്കുന്ന, നീ ചെയ്യുന്ന എല്ലാം നിവൃത്തിയാകുവാൻ, കൃതാർത്ഥനാകുവാൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തരും. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ഞങ്ങളോട് പറഞ്ഞ ഓരോ പ്രവചനങ്ങൾ, ദൈവം ഞങ്ങളോട് പറഞ്ഞ ഓരോ ദൂതുകൾ ഈ രാത്രി ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. ഞങ്ങളതിനെ വീണ്ടും ഞങ്ങളതിനെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലഹീനത കൊണ്ട്, ഞങ്ങളുടെ അവിശ്വാസം കൊണ്ട് പല സമയത്തും ഞങ്ങളതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്തുള്ള ഹോപ്പ്, ഞങ്ങളുടെ പ്രതീക്ഷകൾ, ഞങ്ങളുടെ ഉറപ്പ് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ ആ ഉറപ്പിലേക്ക് മടങ്ങി വരുന്നു. ഒരു ശിമെയോൻ ആ വിടുതൽ കണ്ടതുപോലെ, ഒരു ഹന്ന എന്ന് പറയുന്ന പ്രവാചകി ആ വിടുതൽ കണ്ടതുപോലെ, ആമേൻ ആമേൻ ആമേൻ, ആ ജോഷുവ ആ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടതുപോലെ ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഞങ്ങളത് ഈ 2026 അനുഭവിക്കും. ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങളത് പ്രാപിക്കും. കർത്താവ് അതിനായിട്ട് ഞങ്ങൾ ഒരുക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
എയ്മേൻ എയ്മേൻ. ഒരിക്കൽ കൂടെ എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ ഷിനോജ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവദാസനെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്ത് കർത്താവ് വളരെ ശക്തമായി തന്നെ ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കുടുംബത്തെ സഭയെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മകളാൽ അവരെ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ആലോചന കർത്താവ് നമുക്ക് നൽകി തന്നു. എവ്രി പ്രോമിസ് വിച്ച് ഗാഡ് ഹാസ് ഗിവൻ അസ്, വി ജസ്റ്റ് നീഡ് ടു ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. ദൈവം തന്ന ഓരോ വാഗ്ദത്തങ്ങളെക്കുറിച്ചും ദൈവം അത് നൽകി തരുവാൻ വിശ്വസ്തനാണെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ആസ് ദി സെർവന്റ് ഓഫ് ഗോഡ് വാസ് പ്രീച്ചിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഉറപ്പും ധൈര്യവും ഒക്കെ കൊടുത്തെങ്കിലും കൊണ്ടുചെന്ന് നിർത്തിയത് യോർദാൻ്റെ മുൻപിലാണ് അല്ലേ? ചിന്തിച്ച് നോക്കിക്കേ. എല്ലാം തരാമെന്ന് പറഞ്ഞു, പക്ഷെ കൊണ്ടുചെന്ന് നിർത്തിയത് യോർദാൻ്റെ മുൻപിലാണ്. നിങ്ങൾ ഇതുവരെയും പോകാത്ത വഴിയിൽ കൂടെ പോകുന്ന, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പാസേജസ് ഇഫ് യു റീഡ് ഇറ്റ്, റൈറ്റ്? ദിസ് വേ യു ഹാവ് നോട്ട് ഗോൺ ബിഫോർ. അങ്ങനെയൊക്കെയുള്ള വഴിയിൽ കൂടെ ചിന്തിച്ച് നോക്കിക്കേ. വാഗ്ദത്തങ്ങൾ തന്നിട്ട് കൊണ്ടു നിർത്തുന്നത് കലങ്ങി മറിഞ്ഞ് കരകവിഞ്ഞൊഴുങ്ങുന്ന യോർദാൻ്റെ മുൻപിലാണെങ്കിലും അതിനെ എങ്ങനെ പാർട്ട് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു തരും. So this night, as you hear the word of God, be confident. കർത്താവിന്റെ ദാസൻ പലപ്പോഴായിട്ട് ഇത് ആവർത്തിച്ചു പറഞ്ഞു. Every promise which God has given you, just be strong and courageous. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന beautiful word, if every place that the sole of your foot will tread upon, I will give it to you. അതിന്റെ അർത്ഥം എന്താ? നീ ഏതെല്ലാം വിഷയത്തിൽ ഉറച്ചു നിൽക്കുമോ അതെല്ലാം ദൈവം നിനക്ക് തരും. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ആ വാക്യം നിങ്ങൾ വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം കേട്ടോ. എവ്രി പ്ലേസ് ദാറ്റ് ദ സ്റ്റോൾ ഓഫ് യുവർ ഫുട്ട് വിൽ ട്രെഡ് അപ്പോൺ, ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു യു. പലപ്പോഴും നമ്മൾ വഴുതിപ്പോകും, റൈറ്റ്? നമ്മൾ ഉറപ്പില്ലാത്തവരായി പോകും. എന്നാൽ ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്ക്, ധൈര്യത്തോടെ നിൽക്ക്. ഈ വർഷക്കാലം എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് നമ്മൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ട വർഷമാണ്. ഒത്തിരി മരുഭൂമിയിൽ കൂടെ നമ്മൾ നടന്നു, ഒത്തിരി പ്രയാസത്തിൽ കൂടെ നമ്മൾ നടന്നു. പകൽ മേഘസ്തംഭമായ രാത്രി അഗ്നിത്തുണായ ദൈവം നമ്മോട് കൂടെ ഇരുന്നു, നമുക്ക് ആവശ്യമെല്ലാം നൽകി തന്നു. എന്നാൽ ഈ വർഷം പ്രാപിക്കേണ്ട വർഷമാണ്. ആമേൻ. പ്രാപിക്കേണ്ട വർഷമാണ്. ഏറ്റെടുക്കുക. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും എവ്രി പ്രോമിസസ് വിച്ച് ഗാഡ് ഹാസ് മെയ്ഡ്, ഹല്ലേലൂയ, പ്രവചന ശബ്ദമായി ഇന്ന് രാത്രികാലം ഏറ്റെടുത്തോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും അവൻ നൽകി തരും. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? റൈറ്റ്? യോർദാൻ വരും. ഒത്തിരി വിഷയങ്ങൾ മുൻപിലുണ്ട്. യെരിഹോ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് പേടിച്ചു പോകരുത്. കാരണം വാഗ്ദത്തം നൽകിയ ദൈവം കൂടെയുണ്ട്. ആമേൻ. റിസീവ് ഇറ്റ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസന്റെ സൂക്ഷികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നെതർലാൻഡ്സ് ഇറ്റ്സ് എ ഡ്രൈ പ്ലേസ്. ഏറ്റവും കൂടുതൽ ഏത്തിസ്റ്റ്സ് ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നെതർലാൻഡ്സ്, ഹോളണ്ട്, റൈറ്റ്? ഡച്ചുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ദാസന്റെ ശുശ്രൂഷകളൊക്കെ കർത്താവ് മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആസ് വി ഓൾ പ്രേ, രാജാൻ ജോൺ സെക്രട്ടറി he will lead us in prayer. പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട്, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്തൊരു നല്ല ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം. പിൻപറ്റുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യ പദവിക്ക് സ്തോത്രം. കർത്താവേ, ദാസങ്ങൾ കൂടെ ഞങ്ങൾ സംസാരിച്ച നല്ല വചനങ്ങൾക്ക് സ്തോത്രം. അത് ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയത്തിന് തണുപ്പായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. വാക്ക് പറഞ്ഞ അനേക സബ്ജക്റ്റുകൾ, അനേക പ്രോമിസുകൾ കർത്താവേ ഞങ്ങളുടെ മുമ്പിലുണ്ട്. വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും കർത്താവേ, ഞങ്ങൾക്ക് ഹല്ലേലൂയ അങ്ങ് പറഞ്ഞ പല വിഷയങ്ങളിൽ ഇന്നും ഹല്ലേലൂയ, സ്തോത്രം, നേടിയെടുപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അടിയന് കഴിഞ്ഞിട്ടില്ല കർത്താവേ. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാം തരണമേ കർത്താവേ. രാത്രികാല ഈ സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, കേൾപ്പിച്ച നല്ല വചനത്തിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പാ, ഹല്ലേലൂയ, സ്തോത്രം. പ്രായമായ ഞങ്ങൾ ഹല്ലേലൂയ ശരീര ക്ഷീണരും ബലഹീനരും ഒക്കെയാണ്.
എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പറഞ്ഞിട്ടുള്ള പല പ്രോമിസുകളും ഹാലലുയ ഇന്നും പെൻഡിങ്ങിലുണ്ട്. കർത്താവ് അത് അറിയുന്നു. ഹാലലുയ സ്തോത്രം. ഞങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽപ്പാൻ കൃപ തരണമേ. ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുമ്പിൽ വരുന്നതായ ഹാലലുയ സ്തോത്രം കർത്താവെ ജോർദാനോ ഹാലലുയ ഹാലലുയ പാഹമേ മഹാ ഹാലലുയ മതിലുകളോ എന്തുവായാലും ഹാലലുയ സ്തോത്രം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നതായ ഒരു ഹാലലുയ ധൈര്യം തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് സ്വയമായിട്ട് കഴിവില്ല കർത്താവെ ഹാലലുയ സ്തോത്രം. ഒരു ബലവാനായ ദൈവം ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആയാ ഞങ്ങൾ പതറിപ്പോകാനോ ക്ഷീണിച്ചു പോകാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഈ ശുശ്രൂഷയെ നീ ഇത്രത്തോളം മാനിച്ച ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദാസനെ സഹായിച്ചു, ഞങ്ങൾക്ക് സഹായിച്ചു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്താവെ നിന്റെ വചനം പങ്കുവെക്കാൻ ദാസനെ നീ ഹാലലുയ ഉപയോഗിച്ചു ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നല്ലോ, നിന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെല്ലാം നീ സഹായിക്കുക നിലനിർത്തുകയും ചെയ്യണമേ. ഇപ്പോൾ നാദാ ഞങ്ങളെ ഹാലലുയ സ്തോത്രം അപ്പാ ഞങ്ങളെ ഭവനത്തിൽ വിശ്രമിപ്പാനായിട്ട് പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ. ഹാലലുയ സ്തോത്രം. അടുത്ത ആഴ്ച വരെ ജീവിപ്പാനുള്ള കൃപ തന്നെ ഞങ്ങളെ സഹായിക്കണമേ. കേൾപ്പിച്ച നല്ല വചനത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം യഹോവ ഇരയായിരുന്നല്ലോ, ഇത്രത്തോളം യഹോവ ഞങ്ങളെ നടത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നടത്തുവാൻ ശക്തനായ കർത്താവിന്റെ കരങ്ങളായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ദൈവ സ്നേഹത്തിനും കരുണയ്ക്കുമായി നന്ദിയോട് സ്തോത്രം. മാനമോഹത്വം കർത്താവ് എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം. Amen. Amen. Please receive the blessings. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്ത പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും വചനസ്വച്ചാച കർത്താവിന്റെ ദാസരോടും ശുശ്രൂഷകളോടും കുടുംബത്തോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. Amen. God bless you all. Thank you, Pastor Shinosh. Thank you for joining us. ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you everyone for joining. Good to see you all. ദൈവത്തിന്റെ കരുണയാൽ നമ്മെ സൂക്ഷിക്കട്ടെ. We'll see you again next Friday. തോമസ് അക്കു. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. കടന്നു വരിക, മറ്റുള്ളവരെ ക്ഷണിക്കുക, കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക, സ്റ്റീവ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്ത് ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ ഓരോരുത്തരെയും മറയ്ക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ കാണാം. താങ്ക് യു. Amen. God bless you all. Niagara freeze ആയിരിക്കുക. Anyone come? Please come. It's a beautiful sight. Yeah. God bless you all. Weather ഒക്കെ നന്നായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all.